നമ്മുടെ വെങ്ങോലം പഞ്ചായത്ത് വെങ്ങോലം ജംഗ്ഷൻ നമ്മൾ എടുക്കുക. പണ്ട് കാളവണ്ടി മാത്രം പോകാൻ വീതി ഉണ്ടായിരുന്ന ഒരു വഴി ഇന്ന് ഇത്രയും സൗകര്യത്തോടു കൂടി വികസിച്ചെങ്കിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 10 വർഷക്കാലം കൊണ്ട് ആ റോഡിൻ്റെ വീതി കുറഞ്ഞു വരികയാണ്. കാരണം എൻക്രോച്ച്മെൻറ്റ്, വ്യവസായികളുണ്ട്, ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വ്യാപാരികൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ട്രഡീഷണലായിട്ട് നടക്കുന്ന ഒരു കച്ചവടമാണ് ഈ വെങ്ങോലം ജംഗ്ഷനിൽ നടക്കുന്നത്. നമുക്കറിയാം ഏത് കടയിൽ പോയാൽ ഏത് സാധനം കിട്ടുമെന്നുള്ളത്. അതിന് പ്രത്യേകിച്ച് റോഡിലേക്കൊന്നും ആ സാധനം ഇറക്കി വയ്ക്കേണ്ട കാര്യമില്ല. ഇന്ന സാധനം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇന്ന കടയിൽ പോയാൽ നമുക്ക് കിട്ടുമെന്നറിയാം. ഞാൻ ശ്രദ്ധിച്ചു, നമുക്കിവിടെ ഒരു ഫുട്പാത്തില്ല. പ്രായമായവരും കുട്ടികളെല്ലാം റോട്ടിലൂടെ വേണം. പെഡസ്ട്രിയൻ ക്രോസ് ഉണ്ട്, പക്ഷേ പെഡസ്ട്രിയൻ ക്രോസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ റോട്ടിൽ കൂടെ നടന്നിട്ടേ പെഡസ്ട്രിയൻ ക്രോസിൽ പോകാൻ പറ്റുള്ളൂ. അപകടങ്ങൾ വിളിച്ചു വരുത്താനായിട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നി വെങ്ങോലം പഞ്ചായത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരേ ഒരു സ്ഥലം വെങ്ങോലം ജംഗ്ഷനാണ്. മുൻപ് വാഹനാപകടങ്ങളൊക്കെ ഉണ്ടായി. അതിന് മാറ്റങ്ങൾ വരാനായിട്ട് ഏകദേശം 32ഓളം നിർദ്ദേശങ്ങൾ ഞാൻ ബേസിലിന് വെച്ചു കൊടുത്തു. അതുപോലെ തന്നെ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന് കൊടുത്തു, ഇവിടുത്തെ പോലീസിന് കൊടുത്തു, ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്തു. പരിഷ്കാരങ്ങൾ ആവശ്യമാണ് ശരിക്കും. അതിന് തീർച്ചയായിട്ടും രാഷ്ട്രീയപരമായിട്ട് ചില തടസ്സങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കും. അതിനെല്ലാം മാറ്റങ്ങൾ വരണം. വെങ്ങോലം ജംഗ്ഷനിൽ ഒരു ഫുട്പാത്ത് ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും പ്രായമായവർക്കും കുട്ടികൾക്കും നടന്നു പോകാനായിട്ട് സാധിക്കും.